2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് UDFിനെ പ്രതിനിധീകരിച്ച് 7 സീറ്റുകളിൽ മത്സരത്തിനിറങ്ങുവാൻ പോകുന്നു എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 2021 മത്സരിച്ച ഇടുക്കി, കോതമംഗലം, ഇരിങ്ങാലക്കുട എന്നീ സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പ് 2021 മത്സരിച്ച ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് ഇവർക്ക് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ സീറ്റ് ഇതിന് പകരമായി അനുവദിക്കുമെന്നുമാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പോകുന്ന 7 സീറ്റുകളിൽ 5 സീറ്റുകളിലും സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൽ തന്നെ 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇനിയൊരു മാറ്റം വരുവാൻ ഇടയില്ലാത്ത വിധമാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതെന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി സീറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 2 പേരുടെ പേരുകൾക്കാണ് ജോസഫ് ഗ്രൂപ്പിൽ പ്രാമുഖ്യം ലഭിക്കുന്നത് എന്ന കാര്യവും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, PJ ജോസഫ് മത്സരിക്കുന്ന തൊടുപുഴ സീറ്റിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെയായിരിക്കും വീണ്ടും മത്സരത്തിനിറങ്ങാൻ പോകുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ് പുറത്തു വരുന്നത്. നേരത്തെ PJ ജോസഫ് മത്സരരംഗത്തുണ്ടാവില്ല എന്നും PJയുടെ പകരക്കാരനായി മകൻ അബു ജോസഫ് ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ നിന്ന് മത്സരിക്കുന്നത് എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ ജോസഫ് ഗ്രൂപ്പ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് PJ ജോസഫ് തന്നെയായിരിക്കും 2026 പാർട്ടിയെ നയിക്കുകയെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ നിന്ന് മത്സരിക്കുകയെന്നും ഏറെക്കുറെ ഉറപ്പാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. PJ ജോസഫ് വിഭാഗത്തിൻ്റെ രണ്ടാമത്തെ സിറ്റിംഗ് സീറ്റായ കടുത്തുരുത്തിയിലും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ആര് എന്ന ചോദ്യം ഉദിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദീർഘകാലമായി കടുത്തുരുത്തിയെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന PJ ജോസഫ് വിഭാഗത്തിലെ രണ്ടാമനായ മോൻസ് ജോസഫ് തന്നെയായിരിക്കും ഈ സീറ്റിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോകുന്നത്. ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് മൂന്നാമതായി അവർ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിരിക്കുന്ന മണ്ഡലമെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ അവർ മത്സരിച്ചു പോരുന്ന സീറ്റായ കുട്ടനാട് സീറ്റിലാണ്. കുട്ടനാട്ടിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി മത്സരിക്കുവാൻ ഇറങ്ങാൻ പോകുന്നത് പാർട്ടിയുടെ വൈസ് ചെയർമാനും പ്രമുഖ പ്രവാസി വ്യവസായിയുമായ റെജി ചെറിയാനാണ്. റെജി ചെറിയാൻ ഇപ്പോൾ തന്നെ നിയോജക മണ്ഡലത്തിൽ സജീവമാണ്. PJ ജോസഫിൻ്റെ കയ്യിൽ നിന്നും UDF നേതൃത്വത്തിൻ്റെ കയ്യിൽ നിന്നും ഗ്രീൻ സിഗ്നൽ കിട്ടിയതിനാൽ അദ്ദേഹം ഇപ്പോൾ സജീവമായ പ്രചരണ രംഗത്തേക്കും കടന്നിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ നിന്ന് സിറ്റിംഗ് MLA ആയ തോമസ് കെ തോമസ് NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരത്തിനിറങ്ങുമ്പോൾ റെജി ചെറിയാന് ഇവിടെ വലിയ വിജയസാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. പ്രാദേശികമായി ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുള്ള അവകാശവാദം ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നെങ്കിലും കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ബഹുഭൂരിപക്ഷത്തെയും അണികളെയും വിശ്വാസത്തിലെടുക്കുവാനും കൂട്ടായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനും ഇതിനോടകം തന്നെ റെജി ചെറിയാന് സാധിച്ചിട്ടുണ്ട്. അതിനാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെജി ചെറിയാൻ ഇവിടെ വലിയ വിജയസാധ്യതയുള്ള UDF സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞു എന്നത് വാസ്തവമാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ ജോസഫ് വിഭാഗത്തിൻ്റെ സീറ്റായ തിരുവല്ല സീറ്റിലും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഏറെക്കുറെ അന്തിമ ധാരണയായതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും UDFിൻ്റെ നിയോജക മണ്ഡലം ചെയർമാനുമായ അഡ്വക്കേറ്റ് വർഗീസ് മാമനാകും ഇവിടെ നിന്ന് ജോസഫ് വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി UDFിന് വേണ്ടി മത്സരത്തിനിറങ്ങുക. സിറ്റിംഗ് MLA ആയ മാത്യു T തോമസിനെ അട്ടിമറിക്കുവാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വർഗീസ് മാമന് സാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. നിയോജക മണ്ഡലത്തിലുടനീളമുള്ള വ്യാപകമായ വ്യക്തിബന്ധങ്ങളും കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയും മർത്തോമ സമുദായത്തിൻ്റെ അടിയുറച്ച പിന്തുണയുമാണ് വർഗീസ് മാമൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് കരുത്തു പകരുന്ന ഘടകങ്ങൾ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായ സൂചനയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ തിരുവല്ല നിയോജക മണ്ഡലത്തിൽ കൃത്യമായ ആധിപത്യം നേടുവാൻ UDFിന് സാധിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുവാൻ സാധിച്ച ജില്ലയും പത്തനംതിട്ടയാണെന്നുള്ളതും വർഗീസ് മാമൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനും വിജയസാധ്യതയ്ക്കും കൂടുതൽ ആധികാരികത നൽകുന്നു എന്ന വസ്തുത കൂടി നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. ജോസഫ് ഗ്രൂപ്പ് കോട്ടയം ജില്ലയിൽ മത്സരിക്കുന്ന രണ്ടാമത്തെ സീറ്റായ ചങ്ങനാശ്ശേരിയിലേക്ക് എത്തുമ്പോൾ പ്രധാനമായും 2 പേരുകളാണ് ഇവിടെ പരിഗണനയ്ക്കായി ഉയർന്നു വരുന്നത്. ഇവിടെ ആദ്യ പരിഗണന ലഭിക്കുന്നത് പാർട്ടി 2021 മത്സരത്തിനിറങ്ങിയ VJ ലാലി എന്ന നേതാവിൻ്റെ പേരിനാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയും VJ ലാലിയുടെ പേരിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. എന്നാൽ ഇവിടെ കോൺഗ്രസ്സുകാർ മറ്റൊരു ജോസഫ് ഗ്രൂപ്പ് നേതാവിൻ്റെ പേരാണ് പ്രധാനമായും പരിഗണിക്കണം എന്ന പേരിൽ ഉയർത്തിക്കാട്ടുന്നത്. നിലവിൽ തൃക്കൊടിത്താനം ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും ജോസഫ് ഗ്രൂപ്പ് നേതാവുമായ വിനു ജോബിൻ്റെ പേരാണ് കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥിത്വത്തിനായി ജോസഫ് ഗ്രൂപ്പിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്.
വിജയ ലാലിയാണെങ്കിലും വിനു ജോബാണെങ്കിലും കത്തോലിക്ക സമുദായത്തിൻ്റെ പ്രതിനിധികൾ കൂടിയാണ്. അതിനാൽ തന്നെ സഭാ നേതൃത്വവും രണ്ടുപേരുടെ സ്ഥാനാർത്ഥിത്വത്തോടും അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. താരതമ്യേന ചെറുപ്പമാണെന്നുള്ളതും കൂടുതൽ അഗ്രസീവായ ഒരു രാഷ്ട്രീയ ശൈലിക്കുടമയാണെന്നുള്ളതും കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമിടയിൽ കൂടുതൽ സ്വീകാര്യതയുണ്ട് എന്നുള്ളതും വിനു ജോബിന് അനുകൂല ഘടകങ്ങളായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിലും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അന്തിമ ധാരണയിലേക്ക് പാർട്ടി നേതൃത്വം എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട തലവേദന എന്ന് പറയുന്നത് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുവാൻ പോകുന്ന 3 സീറ്റുകളിൽ സ്ഥാനാർത്ഥി മോഹവുമായി കളം നിറഞ്ഞിരുന്നവർ എന്ത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതാണ്. ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ ഇടുക്കി ജില്ലാ അധ്യക്ഷൻ കൂടിയായ ഈ സീറ്റ് ലക്ഷ്യമിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന MJ ജേക്കബ് പൊട്ടിത്തെറിക്കുമോ എന്നുള്ള ആശങ്കയാണ് ജോസഫ് ഗ്രൂപ്പ് വൃത്തങ്ങളിൽ സജീവമാകുന്നത്. എല്ലാ ഘട്ടത്തിലും PJ ജോസഫിൻ്റെ വിശ്വസ്തനായിരുന്ന ഈ നേതാവിനെ ഒട്ടേറെ വൈമനസ്യത്തോടു കൂടി മാത്രമേ ജോസഫിന് കഴിവിടുവാൻ കഴിയുകയുള്ളൂ എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മുന്നണിയുടെ വിശാലമായ താൽപ്പര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണം എന്ന നിലപാടിലേക്ക് PJ ജോസഫ് എത്തുന്നതോടെയാണ് ഇടുക്കി സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകുവാനുള്ള തീരുമാനത്തിൽ ഏറെക്കുറെ ധാരണയിലെത്തിയതായി അറിയുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ കോതമംഗലം സീറ്റിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ടുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഷിബു തെക്കുംപുറത്തിൻ്റെ കാര്യത്തിലും PJ ജോസഫ് വിഭാഗത്തിന് ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ഷിബു തെക്കുംപുറം ഒരുപക്ഷെ ജോസ് കെ മാണി വിഭാഗത്തിലേക്ക് ചുവടുമാറുവാനും ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയായി പെരുമ്പാവൂർ സീറ്റിൽ മത്സരത്തിനിറങ്ങുവാനുമുള്ള സാധ്യതകളുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അനൗപചാരിക ചർച്ചകൾ ചില സ്ഥലങ്ങളിൽ നടന്നിരുന്നതായും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പെരുമ്പാവൂർ സീറ്റ് ലക്ഷ്യമിട്ട് പാർട്ടിക്കുള്ളിലും ശക്തമായ ചരടുവലികൾ നടക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഷിബു തെക്കുംപുറത്തെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥിയാക്കുവാൻ കഴിഞ്ഞാൽ പാർട്ടിക്ക് ഫണ്ടിങ്ങിനും അത് വലിയ രീതിയിലുള്ള ആനുകൂല്യം നൽകും എന്നുള്ള ഒരു ചിന്തയും ജോസ് വിഭാഗത്തിൽ ഉടലെടുത്തിട്ടുണ്ടെന്നും അറിയുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട സീറ്റിൽ സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ട് കൃത്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോന്നിരുന്ന ഇരിങ്ങാലക്കുടയുടെ മുൻ MLAയും ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രമുഖ നേതാവുമായ തോമസ് ഉണ്ണിയാടനും അദ്ദേഹത്തിന് സീറ്റ് നഷ്ടപ്പെടുമ്പോൾ ഏതു വിധത്തിൽ പ്രതികരിക്കുമെന്നുള്ള ആശങ്കയും ജോസഫ് ഗ്രൂപ്പ് വൃത്തങ്ങളിലും UDF വൃത്തങ്ങളിലും സജീവമാണ്. എന്നിരുന്നാൽ പോലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുന്നണിയുടെ വിജയസാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു സ്ഥാനാർത്ഥി നിർണയ പാക്കേജിലേക്കും സീറ്റ് വിഭജന പാക്കേജിലേക്കും UDF നേതൃത്വം ഒരുപോലെ അടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളായി ടിക്കറ്റ് ഉറപ്പിച്ചിട്ടുള്ളത് ഈ ഘട്ടത്തിൽ 4 പേർ മാത്രമാണ്. ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പേരുകാർ എന്ന് പറയുന്നത് PJ ജോസഫും മോൻസ് ജോസഫും കുട്ടനാട്ടിൽ റെജി ചെറിയാനും അതുപോലെ തന്നെ തിരുവല്ല സീറ്റിൽ വർഗീസ് മാമനുമാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിജയ ലാലിയുടെയും വിനു ജോബിൻ്റെയും പേരുകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വത്തിനായി ജോസഫ് ഗ്രൂപ്പിൽ പരിഗണിക്കുന്നത്. ഒരുപക്ഷെ തോമസ് ഉണ്ണിയാടനെ അനുനയിപ്പിക്കുവാൻ അദ്ദേഹത്തിന് ഇരിങ്ങാലക്കുടയ്ക്ക് പകരമായി ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് പൂഞ്ഞാർ സീറ്റ് വാഗ്ദാനം ചെയ്തേക്കുമെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറുവശത്ത് PJ ജോസഫിൻ്റെ മകനായ അബു ജോസഫ് തന്നെ പൂഞ്ഞാറ്റിൽ UDFന് വേണ്ടി മത്സരത്തിനിറങ്ങുമെന്നുള്ള അഭ്യൂഹങ്ങളും സജീവമാകുകയാണ്. പൂഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം PC ജോർജിനൊപ്പം ഇപ്പോൾ നിലയുറപ്പിക്കുന്ന ഭൂരിഭാഗം കേരള കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യമുള്ളവരും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് എത്തിയവരാണ്. അതിനാൽ തന്നെ PJ ജോസഫിൻ്റെ മകൻ പൂഞ്ഞാറിൽ UDF സ്ഥാനാർത്ഥിയായാൽ ഈ വോട്ടുകൾ PC ജോർജിൻ്റെ പാളയത്തിൽ നിന്നകന്ന് UDFിലേക്ക് എത്തുമെന്നുള്ള കണക്കുകൂട്ടലുകളും ഈ ഘട്ടത്തിൽ കാര്യക്ഷമമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ജോസഫ് ഗ്രൂപ്പിൽ സീറ്റ് ഉറപ്പിച്ച നേതാക്കളുടെ പേരുകളും ആ സീറ്റുകളും പുറത്തുവിട്ടുകൊണ്ടുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.